നീ എങ്ങനെ CMA ഫൈനലിന് പാസ്യോളിയിൽ എത്തിയത്? ഞാൻ ഫൗണ്ടേഷൻ ഇന്റർനൊക്കെ ഇവിടെ തന്നെ ഇരുന്നില്ലേ. അതുകൊണ്ട് മാത്രമാണോ CMA ഫൈനലിന് പാസ്യോളി തന്നെ ചൂസ് ചെയ്തത്? അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഫൈനൽ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. പാസ്യോളി പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞത് കേരളത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിനാണ്. പിന്നെ ഇന്റർനും ഫൗണ്ടേഷനും ഇവിടെ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ പാസ്യോളി നമുക്ക് ചെയ്യുന്ന സർവീസ് നമുക്ക് നന്നായിട്ട് അറിയാം. ഡെയിലി എക്സാംസ് ഉണ്ടാവും, അസൈൻമെന്റ്സ് ഉണ്ടാവും. നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മതി, ബാക്കി പാസ്സാക്കുന്ന കാര്യം പാസ്യോളി നോക്കിക്കോളും. ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എന്താ തോന്നിയത്? കറക്റ്റ് ആയിട്ട് തന്നെ പ്ലാനിനനുസരിച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. അവർ പറയുന്ന പോർഷൻസ് നമ്മൾ ഡെയിലി നോക്കുക. ഡെയിലി നമുക്ക് പറഞ്ഞുതരും ഇന്ന പോർഷൻസ് പഠിക്കണം, അത് എക്സാം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡെയിലി സാർമാര് പഠിപ്പിച്ച് പോകുന്നത് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും, അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി CMA ജോയിൻ ചെയ്യാം, CMA ഫൈനൽ